ഇതിൽ ആപ്ലിക്കേഷൻ ഫോർ സ്ത്രീ സുരക്ഷാ സ്കീം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് താഴെ ആധാർ ആൻഡ് റേഷൻ കാർഡ് വാലിഡേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിനകത്ത് നമ്മുടെ ലോക്കൽ ബോഡി ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഏത് ജില്ലയിലാണ്, ആ ജില്ലയിൽ പഞ്ചായത്തിലാണോ കോർപ്പറേഷനിലാണോ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് എവിടെയാണ്, ഏത് ലോക്കൽ ബോഡിയിലാണ് നമ്മൾ താമസിക്കുന്നത്, ഏത് പഞ്ചായത്തിലാണ് താമസിക്കുന്നത്, അതിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ആ പഞ്ചായത്തിൽ ഏത് വാർഡിലാണ് എന്നുള്ളത് അതിൻ്റെ പേര് സഹിതം കാണുവാൻ കഴിയും. അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ആധാർ ഡീറ്റെയിൽസിനകത്ത് ആധാർ നമ്പരും അടിച്ചു കൊടുത്ത് ആധാറിൽ നമ്മുടെ പേര് എങ്ങനെയാണോ അത് അതുപോലെ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കഴിഞ്ഞ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തായിട്ടൊരു ഓപ്ഷൻ തെളിഞ്ഞു വരും. നമ്മുടെ ഒരു കൺസെൻറ്റ് കൊടുക്കുക. ആധാർ കൺസെൻറ്റ് എന്നാണ് അതിനെ പറയുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ആധാറിനകത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റ് തന്നെ ചെക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഈ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യും. ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പേരും അതിന് തൊട്ട് താഴെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ നമ്പരും കാണിക്കും. അപ്പം നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡിൻ്റെ നമ്പർ തന്നെയാണോ കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി വെരിഫൈ ചെയ്യുക. തൊട്ട് താഴെയായിട്ട് വരുമ്പോൾ നമ്മുടെ ജെൻഡർ, അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടി വരുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ അഡ്രസ് ഡീറ്റെയിൽസും കൊടുക്കുക. അഡ്രസ് ഡീറ്റെയിൽസും കൊടുത്ത് തൊട്ട് താഴെ വരുമ്പോഴത്തേക്കും ജോബ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു കോളം കാണാൻ പറ്റും.